ഇന്ന് നമുക്ക് പ്രദീപും മമിത ബൈജുവും കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ഡ്യൂഡ് എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? സിനിമ തുടങ്ങുമ്പോൾ നായകനായ അഗനെ കാണിക്കുന്നു. അഗൻ തന്റെ കാമുകിയുടെ വിവാഹത്തിന് പോവുകയാണ്. തേച്ചിട്ട് പോയ കാമുകി എന്ന് പറയാം. കാമുകിയോട് നീ എന്തിനാ എന്നെ ഉപേക്ഷിച്ചത് എന്ന ചോദ്യത്തിന് അവൾക്ക് മറുപടിയില്ലായിരുന്നു. ഉടനെ അഗൻ കാമുകിയുടെ താലിമാല പൊട്ടിച്ചെടുക്കും. അതറിയാതെ സംഭവിച്ചു പോയതാ. അവിടെ നിന്നും ആരംഭിക്കുന്നു അഗന്റെ താലിമാല പ്രശ്നം. പെൺകുട്ടിയുടെ വീട്ടുകാരാണെങ്കിലോ അകനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. അവനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കുവാനായിട്ട് വന്നതോ മാമന്റെ മകളായിട്ടുള്ള കുരലാണ്. അതാണ് കഥാനായിക. അകന്റെ മാമൻ, അതായത് കുരളിന്റെ അച്ഛൻ, മിനിസ്റ്ററാണ്. ആ ഒരു കാര്യം അറിഞ്ഞ പോലീസ് അകനെ റിലീസ് ചെയ്യും. അകന്റെ ജീവിതത്തിൽ അവൻ ഓരോ പെൺകുട്ടികളെ പ്രണയിക്കും. പക്ഷെ അവരൊക്കെ അവനെ വിട്ടിട്ട് പോകും. അത് പതിവായിരുന്നു. അകന്റെ കാര്യം മാമനാണെങ്കിലും അറിയുകയാണ്. മാമൻ അവനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുമെങ്കിലും തനിക്കിഷ്ടമുള്ള കാര്യമേ താൻ ചെയ്യൂ എന്ന മട്ടിലാണ് അകൻ. അകന്റെ ജോലി എന്തെന്നാൽ ബർത്ത്ഡേ, ആനിവേഴ്സറി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സർപ്രൈസ് കൊടുക്കുക. അതിനു വേണ്ടിയിട്ടുള്ള കമ്പനിയിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. അതേ കമ്പനിയിലാണ് കുരലും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ട് അവർ മുന്നോട്ട് പോകും. ഇവർക്കിടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, നല്ല ബോണ്ട് ഉണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ ഒരു ആണിനും പെണ്ണിനും അധിക നാള് ഫ്രണ്ടായിട്ടൊന്നും തുടരാനാകില്ലല്ലോ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ടൈമായി. നമുക്ക് മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞ് കുരൽ അകനെ പ്രപ്പോസ് ചെയ്യുന്നു. സത്യത്തിൽ കുരലിന് അകനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇതിനാ ഞാൻ കാത്തിരുന്നതെന്ന് പറഞ്ഞ് അവളുടെ പ്രപ്പോസൽ അവൻ അക്സെപ്റ്റ് ചെയ്യും. എന്നാൽ കുരലിനെയും കൂട്ടി പോകുന്ന വഴിയിലാണ് അവളെ ഞെട്ടിക്കുന്നൊരു കാര്യം അകൻ പറയുന്നത്. ദേ നോക്ക്, എനിക്ക് നിന്നോട് പ്രണയമൊന്നുമില്ല. ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടുമില്ല. മറ്റുള്ളവരുടെ മുന്നിൽ നീ നാണം കെടണ്ട എന്ന് കരുതിയ ഞാൻ നിന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യം മകൻ പറയും. അത് കേട്ടതും കുരൽ തകർന്നു പോകുന്നു. പക്ഷേ അകനാണെങ്കിലോ പഴയതുപോലെ ഹാപ്പി ആയിട്ടാണ് പിന്നീട് നടക്കുന്നതും. ആ കാര്യം അറിയുന്ന കൂട്ടുകാരാണെങ്കിൽ അവനെ ഒരുപാട് വഴക്ക് പറയുമെങ്കിലും അവൻ മൈൻഡേ ചെയ്യില്ല. എന്നാൽ ഒരു ഘട്ടത്തിൽ കുരലിനെ അവൻ വല്ലാതെ മിസ് ചെയ്യുവാനായും തുടങ്ങി. എവിടെ നോക്കിയാലും അവളുടെ ഓർമ്മകൾ. അവളെ റിജക്റ്റ് ചെയ്തത് തെറ്റായി എന്ന് അവന് തോന്നുവാനായും തുടങ്ങി. കാരണം കുറളാണെങ്കിലോ ആ ഒരു പ്രശ്നത്തോടു കൂടി അവനെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തതും. ഉടനെ വന്ന് മാമനോട് കാര്യം പറഞ്ഞു. കുറൽ ഇവിടെ ഇല്ല. ലവ് ഫെയിലിയർ ആയതല്ലേ, അവൾ സമാധാനത്തിന് വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോയിരിക്കുക എന്നുള്ള കാര്യം മാമൻ പറയുന്നു. എന്നാൽ അകനാണെങ്കിലോ തനിക്ക് കുറലിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം മാമനോട് പറയുന്നു. എന്തിനാ പ്രണയിച്ച് നടക്കുന്നത്? കുറൽ വന്നാൽ ഉടനെ തന്നെ നമുക്ക് കല്യാണം നടത്താമെന്ന് പറഞ്ഞ് മാമൻ കുറലിനെ വിളിച്ച് അകൻ വന്ന കാര്യവും അവൻ പറഞ്ഞ കാര്യവും ഒക്കെ പറയും. കല്യാണ ഒരുക്കങ്ങളും ആരംഭിച്ചു. അകന് കുറലിന്റെ കണ്ണിൽ നോക്കി സോറി പറയണം എന്നാണ് ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് അവൻ കാത്തിരിക്കുകയാ. കല്യാണ ഒരുക്കങ്ങളൊക്കെ ആയതിനാൽ കുറലാണെങ്കിലോ മടങ്ങി വരികയാണ്. ഹാപ്പിയായി ഇരിക്കാമെന്ന് നോക്കിയാലോ കുറൽ അകനെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി പറയും. കുറലിന് മറ്റൊരു പയ്യനെ ഇഷ്ടപ്പെട്ടു പോയിന്ന്. സ്നേഹം എവിടെ കിട്ടുന്നോ അവിടേക്ക് മനസ്സ് പോകുമെന്ന് കൂടി അവൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒടുവിൽ അകനാണെങ്കിലോ കുറലിനെയും കാമുകനെയും ഒന്നിപ്പിക്കുവാനായും തീരുമാനിക്കും. എന്തിന് ഞാനത് ചെയ്യണമെന്നൊക്കെ ചിന്ത വരുമ്പോഴോ അകൻ ഒരു കാര്യം കുറലിനോട് പറയും. നീ എന്നെ ഇഷ്ടമല്ലെന്ന് മാമനോട് പോയി പറഞ്ഞാൽ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാമെന്നും അകൻ പറയുന്നു. ഉടനെ കുറലാണെങ്കിലോ അവളുടെ അച്ഛനടുത്ത് എത്തിയിട്ട് അകനെ അവൾക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം പറയും. ആദ്യം ഇഷ്ടമായിരുന്നു, അവൻ റിജക്റ്റ് ചെയ്തപ്പോൾ മറ്റൊരാളെ തനിക്ക് ഇഷ്ടമായെന്നും അവൾ പറയും. എന്നാൽ അത് കേട്ട അച്ഛനാണെങ്കിലോ അതിനെന്താ, നിനക്ക് ആരെ വേണമെങ്കിലും ഇഷ്ടപ്പെടാം. ആരെ ഇഷ്ടമായാലും ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തി തരും. ആ പയ്യനെ കൂട്ടിക്കൊണ്ടു വരുവാനായിട്ടും അച്ഛൻ പോസിറ്റീവായിട്ട് അവളോട് പറയും. അതെല്ലാം കണ്ടുകൊണ്ടു നിന്ന അകൻ ഇതെന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കും. അപ്പോഴാണ് മാമൻ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി പറയുന്നത്. പയ്യന്റെ ജാതി എന്താണെന്ന് കുറലിനോട് ചോദിക്കുമ്പോൾ അവരെക്കാൾ താഴ്ന്നൊരു ജാതിയായിരുന്നു അവൾ പറഞ്ഞതും. അങ്ങനെയാണെങ്കിൽ നടക്കില്ലെന്നും അച്ഛൻ പറയുമ്പോൾ കുറലാണെങ്കിലോ അച്ഛനെ എതിർക്കും. എന്റെ സഹോദരിയെ കൊല്ലുവാനായിട്ട് എനിക്ക് ആകുമെങ്കിൽ മകളെ കൊല്ലാൻ എനിക്ക് പാടില്ലെന്നായിരുന്നു മാമന്റെ മറുപടി. സത്യം എന്തെന്നാൽ ഈ മാമന് അകന്റെ അമ്മയെ കൂടാതെ മറ്റൊരു സഹോദരി കൂടി ഉണ്ടായിരുന്നു. ആ സഹോദരി മരണപ്പെട്ടു പോയി. അതെങ്ങനെയെന്നാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട പയ്യനെ പ്രണയിച്ചു എന്ന കാരണത്തിനാലാണ് മാമൻ തന്റെ സഹോദരിയെ കൊന്നുകളഞ്ഞതും. അത്രയ്ക്കും ജാതി തലയിൽ കയറി നടക്കുന്ന ആളുകളാണ്. അതെല്ലാം കേട്ടതും കുറലിന് വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി. അവളുടെ കാമുകനെ കൊല്ലുമോ എന്ന ഭയമാണ് അവൾക്ക്. കുറലിനെ കൊല്ലുമോ എന്ന പേടി അകനും. അതുകൊണ്ട് തന്നെ അത് വെറും ഒരു പ്രാങ്കാണെന്നും അകൻ മാമനോട് പറയുന്നു. മാമനും താൻ പറഞ്ഞത് പ്രാങ്കാണെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നതും. പക്ഷേ അതൊരു പ്രാങ്കല്ല എന്നുള്ള കാര്യം അകൻ അറിയാമായിരുന്നു. ഒരു കാര്യം ചെയ്യാം, റിസപ്ഷൻ നടക്കുമ്പോൾ നിന്റെ പയ്യനെയും കൂട്ടി വാ. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ച് പ്ലാൻ ചെയ്യാമെന്നും അകൻ പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം കുറലിന്റെ കാമുകൻ എത്തുകയാണ്. കാമുകനും കുറലും അകനും ചേർന്ന് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ നാട് വിട്ടു പോയാലോ എന്ന പ്ലാനിൽ അവരെത്തും.
അപ്പോഴാണ് കല്യാണത്തിന് പങ്കെടുക്കാനെത്തിയ എല്ലാ സ്റ്റേറ്റിലെയും മിനിസ്റ്റർമാരെ മാമൻ പരിചയപ്പെടുത്തുന്നതും. അതോടെ ഒരു സ്റ്റേറ്റിലും തങ്ങൾക്ക് പോകാനാകില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. വിദേശത്ത് പോകാമെന്ന് കരുതിയാലോ കാമുകന്റെ കയ്യിൽ പാസ്പോർട്ടുമില്ല. ഉടനെ അകൻ കാമുകനെ ഒരുപാട് വഴക്ക് പറയുന്നു. ഒരു കാര്യം ചെയ്യാം, പാസ്പോർട്ട് വരുവാനായിട്ട് 2 മാസം എടുക്കും. അതുകൊണ്ടകൻ കുറലിനെ കല്യാണം കഴിക്കണം. പാസ്പോർട്ട് കിട്ടിയാൽ ഞാൻ ഉടനെ തന്നെ കുറലിനെയും കൊണ്ട് ഇവിടെ നിന്ന് പോകുമെന്ന ഐഡിയ കാമുകൻ പറയുന്നു. പക്ഷേ അകൻ അതിന് തയ്യാറാകുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എനിക്കിട്ട് പണി തരികയാണോ എന്നാണ് അകൻ ചോദിക്കുന്നതും. ഒടുവിൽ കുറലിന്റെ സങ്കടം കണ്ട് മനസ്സലിഞ്ഞ് അകൻ കല്യാണത്തിനും തയ്യാറാകും. അടുത്ത ദിവസം രണ്ടാളുടെയും കല്യാണമാണ്. അങ്ങനെ ആ ഒരു നാടക കല്യാണം കഴിയും. മാമന് ഒരുപാട് സന്തോഷമായി. മാസങ്ങൾ കടന്നുപോയി. പാസ്പോർട്ടും കിട്ടി. വിസ ആവശ്യമില്ലാത്ത തായ്ലൻഡിലേക്ക് പോകുവാനായിട്ടാണ് അവർ തീരുമാനിച്ചിരിക്കുന്നതും. മെഡിക്കൽ ടെസ്റ്റ് എടുക്കുവാനായി ചെന്നപ്പോഴാണ് കുറൽ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അറിയുന്നതും. അത് കേട്ട് അകൻ ഞെട്ടിപ്പോകുന്നു. സത്യത്തിൽ ഉത്തരവാദി കാമുകനായിരുന്നു. രണ്ടുപേരും കൂടി എനിക്കിട്ട് തന്നെ പണി തന്നല്ലോ എന്ന മട്ടിൽ നിൽക്കുകയാണ് അകൻ. അതോടെ തായ്ലൻഡിലേക്ക് അവർക്ക് പോകാൻ പറ്റാതായി. നമുക്ക് ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്താലോ എന്നുള്ള തീരുമാനത്തിൽ അവർ എത്തുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴാണ് ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്താൽ പിന്നീട് കുറലിന് ഒരിക്കലും ഒരു അമ്മയാകാൻ കഴിയില്ല എന്നുള്ള സത്യം അവർ മനസ്സിലാക്കിയതും. വേറെ വഴിയില്ലാതെ കുഞ്ഞിനെ പ്രസവിക്കുവാനായും അവർ തീരുമാനിച്ചു. അങ്ങനെ കുറൽ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. മാമനും ഒരുപാട് സന്തോഷം. അകന് കുറലിനെ ഇപ്പോഴും ഇഷ്ടമാണ്. കുറലിന്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ എല്ലാ കാര്യങ്ങളും നോക്കിയാണ് അവൻ വളർത്തുന്നതും. അതെല്ലാം കണ്ടുകൊണ്ട് നിന്ന അകന്റെ കൂട്ടുകാരന് അതൊന്നും സഹിക്കാനാകാതെ കുറലിനെ കണ്ട് കുറച്ച് കാര്യം പറയും. ആദ്യം നീ പ്രപ്പോസ് ചെയ്തപ്പോൾ അവൻ റിജക്റ്റ് ചെയ്തെങ്കിലും പിന്നീട് അവന് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പോഴേക്കും നിനക്ക് മറ്റൊരാൾ സെറ്റായി. ഇന്നും നിന്നെ അവൻ ഒരുപാട് ഇഷ്ടമാണ്. നിന്നെ അവൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിന്റെ കുഞ്ഞിനെ അവന്റെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് അവൻ നോക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൂട്ടുകാരൻ പറയും. അതോടെ തനിക്ക് വേണ്ടിയിട്ട് അവൻ ലൈഫ് പാഴാക്കി കളയുന്നു എന്ന ചിന്ത കുറലിനുണ്ടാകുന്നു. അതുകൊണ്ട് അവനൊരു പെണ്ണ് സെറ്റാക്കിയിട്ടേ തായ്ലൻഡിലേക്ക് പോകൂ എന്ന് തീരുമാനിച്ച് മാട്രിമോണിയൽ സൈറ്റിലൊക്കെ പെണ്ണ് നോക്കും. ഒരു പെണ്ണിനും അകനെയും ഇഷ്ടമാകുന്നില്ല, അകനും പെൺകുട്ടികളെ ഒന്നും ഇഷ്ടമാകുന്നില്ല. കുറൽ തിരികെ പോകണമെങ്കിൽ തനിക്കൊരു പെണ്ണ് സെറ്റാകണമെന്ന് മനസ്സിലാക്കിയ അകനാണെങ്കിലോ തന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പെണ്ണിനെ തനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരും. പക്ഷേ അവർക്ക് വിവാഹം കഴിക്കണമെങ്കിൽ അകനും കുറലും ഡിവോഴ്സ് ആകണമെന്നുള്ള കാര്യം കുറലിനറിയാം. അവർ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്നു. ആ ഒരു കാര്യം മാമൻ അറിയുകയാണ്. മാമന് വല്ലാത്ത ദേഷ്യം വരും. മാമൻ അകനോടൊക്കെ കാര്യം തിരക്കുമ്പോഴാണ് കുറലിനെ തനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നും അവളോട് ജീവിച്ചെനിക്ക് മടുത്തു എന്നൊക്കെ അവൻ കള്ളം പറയുന്നു. അതോടെ മാമന് വല്ലാത്ത ദേഷ്യം വരികയും അകനെ തല്ലിച്ചതച്ച് പുറത്താക്കും. ഇവനേക്കാൾ നല്ലൊരു പയ്യനെ, നമ്മുടെ ജാതിക്കാരനെ ഞാൻ നിനക്ക് വേണ്ടി കണ്ടെത്തുമെന്നും മാമൻ കുറലിനോട് പറയും. എന്നിട്ട് മാമനാണെങ്കിലോ അകനെ കൊല്ലുവാനായിട്ട് ആളിനെ അയക്കുകയാണ്. അതറിഞ്ഞ കുറലാണെങ്കിലോ എല്ലാ സത്യവും മാമനോട് തുറന്നു പറഞ്ഞു. അതോടെ മാമന് വല്ലാത്ത ദേഷ്യം. കുറലിന്റെ കാമുകനെ കൊല്ലുവാനായിട്ട് മാമൻ തീരുമാനിച്ചു. കുറൽ ഒരുപാട് കെഞ്ചുകയാണ്. എന്നാൽ ശരി, നിന്റെ കാമുകനെ കൊല്ലുന്നില്ല, നിന്റെ കുഞ്ഞിനെ കൊല്ലാമെന്ന് പറഞ്ഞ് മാമൻ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഒരു കാട്ടിലേക്ക് പോകും. ആ വിവരമറിഞ്ഞ അകനാണെങ്കിലോ തന്നെ തല്ലുവാൻ വന്നവരെയെല്ലാം അടിച്ചോടിച്ച് മാമനടുത്തേക്ക് ഓടിപ്പോകും. അപ്പോഴേക്കും മാമനാണെങ്കിലോ കുഞ്ഞിനെ വെടിവെച്ച് കൊല്ലുവാനായിട്ട് തോക്ക് കുഞ്ഞിന്റെ തലയിൽ വെച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും വലിയൊരു ഇടിമിന്നലുണ്ടാകുന്നു. അതോടെ മാമൻ അറ്റാക്ക് വന്ന് താഴെ വീണ് ബോധം പോകും. കണ്ണു തുറന്നപ്പോഴോ മാമൻ ഹോസ്പിറ്റലിലായിരുന്നു. ഡോക്ടറിനോട് ഒരുപാട് നന്ദി പറയുമ്പോഴാണ്, എനിക്കല്ല ആ കുഞ്ഞിനാ നിങ്ങൾ നന്ദി പറയേണ്ടത്. കുഞ്ഞിഴഞ്ഞ് റോഡിലെത്തിയപ്പോഴാണ് ആളുകൾ കുഞ്ഞിനെ കണ്ടതും നിങ്ങൾക്കടുത്തേക്ക് ആളുകൾ എത്തിയതും ഈ കുഞ്ഞ് കാരണമാണെന്നും ഡോക്ടർ പറയുന്നു. അതോടെ കുഞ്ഞിനോട് ചെയ്തതൊക്കെ തെറ്റാണെന്നോർത്ത് മാമൻ ഒരുപാട് സങ്കടം വരും. ഒടുവിൽ കുറലിനെയും കാമുകനെയും വിവാഹം കഴിപ്പിക്കുകയാണ്. പക്ഷേ മാമനെ രക്ഷിച്ചത് ആ കുഞ്ഞല്ല, അകനായിരുന്നു. അകൻ തക്ക സമയത്ത് അവിടെ എത്തിയത് കൊണ്ടാണ് മാമനെ അകൻ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതും കുഞ്ഞാണ് രക്ഷിച്ചതെന്ന് അകനാണ് വരുത്തി തീർത്തതും. കാരണം കുറലിനോടും കുറലിന്റെ കാമുകനോടും കുഞ്ഞിനോടുമൊക്കെ മാമന് സഹതാപം തോന്നാൻ വേണ്ടിയിട്ടാണ് അകൻ അങ്ങനെ ചെയ്യിച്ചതും. അകൻ അങ്ങനെ ഒറ്റയ്ക്കായി. ഒടുവിൽ തന്റെ കൂടെ ജോലി ചെയ്യുന്ന പെൺകുട്ടിയെ ഇഷ്ടമാണെന്നവൻ വെറുതെ പറഞ്ഞില്ലേ, ആ പെൺകുട്ടിയെ തന്നെ അവസാനം അകൻ വിവാഹം കഴിക്കുന്നു. അങ്ങനെ അകനും കുറലുമൊക്കെ സന്തോഷമായി ജീവിക്കുന്നെന്ന് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.